ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് അതർ ദാൻ ഇൻഡിവിജ്വൽസ്. അതർ ദാൻ ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? HUF, അതുപോലെ തന്നെ ഫേം, അതുപോലെ തന്നെ കമ്പനി, ലോക്കൽ അതോറിറ്റീസ്, AOP, BOI, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒരു വ്യക്തി റെസിഡൻ്റ് ആണോ, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ, നോൺ റെസിഡൻ്റ് ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യാമെന്ന് പ്രോബ്ലത്തിൽ കൂടെ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടാക്സ് ഇൻസിഡൻസ് പറഞ്ഞു. ഈ ഓരോ വ്യക്തികളും, അതായത് റെസിഡൻറ്റും നോട്ട് ഓർഡിനറി റെസിഡൻറ്റും നോൺ റെസിഡൻറ്റും എങ്ങനെയാണ് ഓരോരുത്തർക്കും ടാക്സ് അടയ്ക്കേണ്ടി വരിക, അതായത് അവരുടെ ടോട്ടൽ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതിൽ നിന്നുള്ള ഏതൊക്കെയാണ് ഐറ്റംസ് എക്സംഷൻ കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത പ്രോബ്ലത്തിൽ, അടുത്ത കാര്യത്തിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് പറയാൻ പോണത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, പ്രോബ്ലംസ് നോക്കാം കേട്ടോ. ഇപ്പം ഇതിൽ നോക്കിയോളൂ ഒരു പ്രോബ്ലം. ഞാൻ ക്വസ്റ്റ്യൻ ഭംഗിയായിട്ട് വായിക്കുന്നുണ്ട്, കേട്ടോളൂ. മിസ്റ്റർ എക്സ് ലെഫ്റ്റ് ഫോർ ജപ്പാൻ ഓൺ 15th March 2016. അതായത് 15 മാർച്ച്, അതായത് മാർച്ച് 15, 2016 മിസ്റ്റർ എക്സ് എന്ത് ചെയ്തു? ജപ്പാനിലേക്ക് പോയി. ആഫ്റ്റർ സ്റ്റേയിങ് ഇൻ ഇന്ത്യ ഫോർ 15 years, 15 കൊല്ലം ഇന്ത്യയിൽ നിന്നിട്ടാണ് ആ വ്യക്തി എന്ത് ചെയ്തിരിക്കുന്നത്? ജപ്പാനിലേക്ക് പോയത്. ആദ്യം ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് അയാൾ 2016 ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോണത്. ഹീ കെയിം ബാക്ക് ഓൺ 31st August 2018. പിന്നെ അയാൾ എന്ത് ചെയ്തു? 2018 ഓഗസ്റ്റ് 31 ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. ഡിറ്റർമിൻ ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2021. 2021 ആ വ്യക്തിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എത്രയാണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓർഡിനറി ആണോ, നോട്ട് ഓർഡിനറി ആണോ, നോൺ ആണോ എന്ന് വെരിഫൈ ചെയ്യാനാണ് നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ, ഒന്നുകൂടെ ഞാൻ ചെറുതാക്കി പറഞ്ഞുതരാം. മിസ്റ്റർ എക്സ് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് മാർച്ച് 15, 2016 ഇന്ത്യയിൽ നിന്ന് പോയി. എങ്ങനെ? 15 വർഷം ഇന്ത്യയിൽ നിന്നിട്ടാണ് ആ വ്യക്തി ആദ്യമായിട്ട്, അതായത് 15 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 16 ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് പോണത്. പിന്നെ അയാൾ എന്ത് ചെയ്തെന്നാണ് പറയണത്? 31 ഓഗസ്റ്റ് 2018 ഓഗസ്റ്റ് 31 ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. പിന്നെ അയാൾ പോയി എന്ന് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അയാളുടെ ആ വ്യക്തിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നാണ് നമ്മളിവിടെ നോക്കണത്. ഏത് ഇയറിൽ? അസസ്മെൻറ്റ് ഇയർ 2020-21. അപ്പം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യണം? അയാൾ റെസിഡൻ്റ് ആണോ, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ, അതുപോലെ തന്നെ എന്താ പറയുന്നത്, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ, നോൺ റെസിഡൻ്റ് ആണോ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ നോക്കണം? ആ വ്യക്തി ബേസിക് കണ്ടീഷനിൽ 1ഉം അഡീഷണൽ കണ്ടീഷൻ 2ഉം സാറ്റിസ്ഫൈഡ് ആണോ എന്ന് അറിയണം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം അഡീഷണൽ കണ്ടീഷൻ നോക്കാം. അതല്ലേ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുകയെന്ന്. അപ്പം നിങ്ങളുടെ പ്രീവിയസ് ഇയർ ഏതാണെന്ന് നോക്കുക. പ്രീവിയസ് ഇയർ ഏതാണ്? 1st April 2019 ടു എന്താണ് 31st March എന്താണ് പറയുന്നത് 2020. ഇതാണ് നമ്മളുടെ പ്രീവിയസ് ഇയർ. ഏതാണ് നമ്മളുടെ പ്രീവിയസ് ഇയർ? 1st April 2019 ടു 31st March 2020. അതായത് ഈ വർഷം പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ പ്രീവിയസ് ഇയർ ഇതാണ്. ഈ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുൻപുള്ള 7 കൊല്ലത്തിലെ 730 ദിവസം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളുടെ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുൻപുള്ള 7 കൊല്ലത്തിലെ 730 ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഏതാണ് നമ്മളുടെ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുൻപുള്ള 7 കൊല്ലം എന്ന് പറയണത്? പ്രസീഡിങ് ദ പ്രീവിയസ് ഇയർ. എവിടെ നിന്നാണ് തുടങ്ങുക? ഞാൻ വെറുതെ ജസ്റ്റായിട്ട് ഇങ്ങനെ ഇയർ എഴുതണമെന്നുള്ളൂ കേട്ടോ.
എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഡിസെൻഡിങ് ആയിട്ട് തുടങ്ങാം. അപ്പോൾ എന്താണ് വരിക? 18, 19 അല്ലേ? പിന്നെയോ 17, 18. ഞാൻ ഫുൾ ഇയർ എഴുതണില്ല, കുറച്ച് നമുക്ക് കാൽക്കുലേഷൻ ക്ലിയർ ആവുന്നവരെ കേട്ടോ. 16, 17, പിന്നെയോ 15, 16, പിന്നെയോ 14, 15 അല്ലേ? മക്കളെ അയാൾ 16ലാണ് ഇവിടുന്ന് പോയിട്ടുള്ളൂന്ന്. അപ്പോൾ നമുക്ക് 15, 16, 16, 17 ആ വർഷങ്ങൾ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ 1, 2, 3, 4, 5 ആയിട്ടുള്ളൂ. പിന്നെ ഏതാണെന്ന് ആ 5 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? 13, 14, 12, 13, 11, 12, 10, 11, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലേ? 10 കൊല്ലം. അപ്പം ഞാൻ പ്രസീഡിങ് 10 ഇയേഴ്സ് എഴുതി. ഇതിൽ 7 കൊല്ലം എടുക്കുമ്പോൾ നമ്മൾക്ക് വരുന്നത് എവിടെ നിന്നാണ്? 12, 13 തൊട്ടാണ്. 12, 13, 13, 14, 14, 15. ഈ കാലഘട്ടം മുഴുവൻ അയാൾ എവിടെയുണ്ട്? നമ്മുടെ ഇന്ത്യയിലുണ്ട് കേട്ടോ. ഈ കാലഘട്ടം മുഴുവൻ അയാൾ എവിടെ കയറി കളിക്കുന്നുണ്ട്? ഇന്ത്യയുടെ ഉള്ളിലുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്? 1, 2, 3, 4 വർഷം ഫുള്ളായിട്ടുണ്ടാവുമ്പോൾ എന്താണ്? അയാൾ 730 ഡേയ്സ് കിട്ടില്ലേ? കഴിഞ്ഞു പോയ 7 കൊല്ലത്തിൽ എത്ര മതി? 730 ദിവസം മതി. ഈ 730 ദിവസം എന്ന് പറയുന്നത് 2 കൊല്ലമാണ്. അയാളതിനെ മുഴം നീളം 3 കൊല്ലം ഇന്ത്യയിൽ ഇവിടെ ഉണ്ട്. നമ്മൾ പ്രസീഡിങ് 7 ഇയേഴ്സ് നോക്കുമ്പോൾ അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഓൾസോ ദ സെക്കൻഡ് അടുത്തതും എന്താണെന്ന് പറയുന്നത്? സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കഴിഞ്ഞു പോയ 10 കൊല്ലത്തിൽ 2 കൊല്ലം ഇന്ത്യയിലുണ്ടാവും. അപ്പോൾ അഡീഷണൽ കണ്ടീഷൻ 2ഉം അയാൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, അഡീഷണൽ കണ്ടീഷൻ 2ഉം അയാളുടെ എന്താണ്? സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ മക്കളെ. പിന്നെ അപ്പോൾ നമുക്ക് ബേസിക് ഒന്ന് ചെക്ക് ചെയ്യാം. ബേസിക് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അയാൾ 31 ഓഗസ്റ്റ് 18 ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ആ വ്യക്തി, അതായത് മിസ്റ്റർ എക്സ്, ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോയി എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളുടെ പ്രീവിയസ് ഇയറിലല്ലേ നമുക്ക് 182 ഓർ മോർ ഡേയ്സ് വേണ്ടത്? നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 1/4/19 ടു 31/3/20 അല്ലേ? ആ കാലഘട്ടത്തിൽ ആ വ്യക്തി ഫുള്ള് ഇവിടെ ഉണ്ട്. അപ്പോൾ അയാൾ മോർ ദാൻ 182 ഡേയ്സ് ഇല്ലേന്ന്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഹീസ് എൻ ഓർഡിനറിലി റെസിഡൻറ്റ്. ഞാൻ റെസിഡൻ്റ് എന്ന് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ കേട്ടോ. ഹീസ് എൻ എന്താണെന്ന് പറയുന്നത്? ഓർഡിനറിലി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യുക? മിസ്റ്റർ എക്സ് അല്ലേ? മിസ്റ്റർ എക്സ് ഈസ് എൻ ഓർഡിനറിലി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. മിസ്റ്റർ എക്സ് ആരാണ്? ഓർഡിനറിലി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആണ്. മിസ്റ്റർ എക്സ് ഈസ് എൻ ഓർഡിനറിലി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ബിക്കോസ് ഹി സാറ്റിസ്ഫൈസ് ഫസ്റ്റ് വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ ആൻഡ് ബോത്ത് ഓഫ് ദി അഡീഷണൽ കണ്ടീഷൻ അല്ലേ? ബേസിക് കണ്ടീഷനിലെ ആദ്യത്തെയും അഡീഷണൽ കണ്ടീഷൻ 2ഉം എന്താണ്? ആ വ്യക്തി സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് മിസ്റ്റർ എക്സ് ആരാണ്? ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. ഓക്കെ മക്കളെ, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അഡീഷണൽ കണ്ടീഷൻ തന്നെ ആദ്യം ചെക്ക് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് എൻ്റെ ഒരു കൺസെപ്റ്റിൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടിയും അഡീഷണൽ കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ കണ്ടീഷൻ 2ഉം സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് നോട്ട് ഓർഡിനറി ആണോ നോൺ ആണോ എന്നൊക്കെ നോക്കാൻ പോയാൽ മതി അല്ലേ? അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് വൺ ബേസിക് നോക്കണ്ടോന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് കുറച്ചും കൂടി ഈസിന്ന് തോന്നിയ കാരണം കൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് എളുപ്പം ബേസിക് കണ്ടീഷൻ നോക്കാനാണെങ്കിൽ ഓക്കെ, അങ്ങനെ ചെയ്തോളൂ. എന്താ പറയുന്നത്? ബേസിക് കണ്ടീഷൻ ഇപ്പം നമുക്ക് മെൻ്റൽ കാൽക്കുലേഷൻ നടത്തുമ്പോൾ കാര്യങ്ങൾ അറിയാം, വ്യക്തമായിട്ട് അറിയാം. എന്താണ്? 31 ഓഗസ്റ്റ് 31 അതായത് പറയുന്നത് 2018 ഓഗസ്റ്റ് 31 മിസ്റ്റർ എക്സ് ഇന്ത്യയിലേക്ക് വന്നു. പിന്നെ അയാൾ ലെഫ്റ്റ് ഫ്രം ഇന്ത്യയിൽ നിന്ന് പോയി എന്ന് നമ്മളോട് പ്രോബ്ലത്തിൽ ഹിൻഡ് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളുടെ പ്രീവിയസ് ഇയറായ 1 April 2019 to 31 March 2020 19 to 20 ആ കാലഘട്ടത്തിൽ ഫുൾ ഇയർ ആ വ്യക്തി എവിടെയുണ്ട്? ഇന്ത്യയുടെ ഉള്ളിലുണ്ട്. അപ്പം ഞാൻ അന്ന് പറഞ്ഞിരുന്നു നിങ്ങളോട്, തിയറി എടുക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ
ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ പോസ്റ്റ് വെച്ച മാതിരിയോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഈ കണ്ണ് തട്ടാതിരിക്കാൻ കോലം വെച്ച മാതിരിയും ഒരു സ്ഥലത്ത് നിൽക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ സാരിയും കുത്തി അല്ലെങ്കിൽ ഡ്രസ്സ് ഇട്ട് എവിടെ ചെന്ന് നിന്നാലും മതിയെന്ന്. ഇന്ത്യയിൽ ഏത് സ്ഥലത്തായാലും മതി, ഏത് സ്റ്റേറ്റിലുണ്ടായാലും മതി. ഇന്ന സ്ഥലത്ത് വേണമെന്നോ അതോ സ്ട്രക്ചർഡ് പീരീഡ് വേണമെന്നോ ഒന്നും നിർബന്ധമില്ല കേട്ടോ. അതുകൊണ്ട് പല പല ഡേറ്റുകളാവുമ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷനൊന്നും വേണ്ട. അയ്യോ ഈ വ്യക്തി ഒരു മാസം ഇവിടെ കേരളത്തിലാണല്ലോ നിന്നിരിക്കണേ, പിന്നെ അയാളെ കണ്ടില്ലോ, പിന്നെ അയാൾ തമിഴ്നാട്ടിലേക്ക് പോയല്ലോ, പിന്നെ മഹാരാഷ്ട്രയിൽ പോയല്ലോ, ആ വക ചിന്തയൊന്നും വേണ്ട. ഇതൊക്കെ ഇന്ത്യയിലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാവണം എന്നുള്ള കണ്ടീഷൻ മാത്രമേ അവിടെ ഉള്ളൂ എന്ന്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ആൻസർ ക്ലിയറായി. ഇനി സെക്കൻഡ് പ്രോബ്ലം നോക്കാം നമുക്ക്. രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് നോക്കിക്കോളൂ. എന്താണ് പറയണത്? മിസ്റ്റർ ഗാൺ ഈസ് എ ഫോറിനർ. അയാൾ ഫോറിൻ സിറ്റിസൺ ആണ്. സിൻസ് 1998 1998 ഹീ കംസ് ടു ഇന്ത്യ എവരി ഇയർ ഇൻ ദ മന്ത് ഓഫ് ഏപ്രിൽ. അയാൾ എല്ലാ കൊല്ലം ഏപ്രിൽ ആകുമ്പോൾ ഇന്ത്യയിലേക്ക് വരും. ഫോർ 105 days 105 ദിവസം അയാൾ എന്നിട്ട് ഇവിടെ നിൽക്കും. 105 ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3.5 മാസമൊക്കെ ആയി എന്നറിഞ്ഞൂടെ? ഏകദേശം കേട്ടോ, ഞാൻ എക്സാക്റ്റ് കണക്കല്ല പറയണത്, നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ വെച്ചിട്ടുള്ള എക്സാക്റ്റ് കണക്കൊന്നുമല്ല. ഏപ്രിൽ മെയ് ജൂൺ 3 മാസം എന്ന് പറഞ്ഞാൽ 3 90 അല്ലേ? അപ്പോൾ എത്രയാണെന്ന് പറയുന്നത്? അപ്പോൾ 90 ദിവസം തന്നെ 105 ദിവസമല്ലേ? അപ്പോൾ ഏകദേശം ഒരു 3.5 മാസം ആളെവിടെയുണ്ട്. അപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ പകുതി വരെ ആളെവിടെയുണ്ടെന്നാണ് പറയുന്നത്? ഇന്ത്യയിലുണ്ട്. പിന്നെ ഫൈൻഡ് ഔട്ട് ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് മിസ്റ്റർ ഗാൺ ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2021. അപ്പോൾ മിസ്റ്റർ ഗാണിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പ്രൂവ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കണേ അല്ലേ? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കണം. അപ്പോൾ നോക്കാം നമുക്ക്. ആ മിസ്റ്റർ ഗാൺ എല്ലാ കൊല്ലും എന്ത് വരുന്നുണ്ട്? 105 ദിവസം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് 182 വേണ്ടേ മിസ്സേന്ന് ചോദിക്കും. 182 തന്നെ വേണമെന്ന് നിർബന്ധം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമുക്ക് എന്ത് മതി? കഴിഞ്ഞു പോയ 4 കൊല്ലത്തിലെ 365 ദിവസം തൊട്ട് പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഉണ്ടായാലും മതി. കാരണം അയാൾ ആരാണ്? ഫോറിൻ സിറ്റിസൺ ആണ്. ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ മാത്രമേ ഫസ്റ്റ് കണ്ടീഷൻ നോക്കാവൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ, ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. ഇവിടെ മിസ്റ്റർ ഗാൺ ആരാണ്? ഫോറിനറാണ്, ഫോറിൻ നാഷണലാണ്. അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ ആയാലും മതി. അല്ല നിങ്ങൾ പ്രോബ്ലത്തിലേക്ക് ഒറ്റ നോട്ടം വെക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ അറ്റേ ഗ്ലാൻസ് എന്താ അവിടെ പറയുന്നത്? 105 ദിവസമുള്ളൂ. മിസ് 182 days ഓർ മോർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കരുത്. നമുക്കെന്ത് മതി? കഴിഞ്ഞു പോയ 4 കൊല്ലത്തിലെ 365 മതി. അപ്പം നമ്മൾ ഓരോ കൊല്ലം അയാൾ 105 ദിവസം വരുന്നുണ്ട്. അപ്പം 4 × 105 എന്ന് പറയുമ്പോൾ എത്രയായി? 20 6 പിന്നെ എത്ര പറയുന്നത്? 4. 460 ദിവസം ആളിവിടെ ഉണ്ട് കേട്ടോ. ഇത് 2 420 ദിവസം. 420 ദിവസം അയാൾ എവിടെയുണ്ട്? ഇന്ത്യയിലുണ്ട്. കഴിഞ്ഞു പോയ 4 കൊല്ലത്തിൽ 365 പകരം ആ വ്യക്തി എത്രയുണ്ടെന്ന് പറയുന്നത്? 420 days ഇന്ത്യയിലുണ്ട്. പിന്നെ തൊട്ട് പ്രീവിയസ് ഇയറിൽ എത്രയാണ് വേണ്ടത്? 60 വേണ്ടോ? അതിനയാൾ 105 ഉണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്? ബേസിക്കലി രണ്ടാമത്തെ കണ്ടീഷൻ മിസ്റ്റർ ഗാൺ സാറ്റിസ്ഫൈഡ് ആണ്. ബേസിക് കണ്ടീഷനിലെ രണ്ടാമത്തെ മിസ്റ്റർ ഗാൺ എന്താണ്? സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ കഴിഞ്ഞു പോയ 7 കൊല്ലത്തിൽ 730 ഉണ്ടോ നോക്കാം. ഓരോ കൊല്ലും ആ വ്യക്തി 105 ദിവസമുള്ള കാരണം കൊണ്ട് 7 കൊല്ലം 7 × 105 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7 5 35 5 ബാക്കി 3 1 7 7 എത്രയുണ്ടെന്ന് പറയുന്നത്? 735 ദിവസമുണ്ട് കേട്ടോ. പിന്നെ 10 നോക്കാൻ പോകണ്ട. 730 ദിവസമേ നമുക്ക് ആവശ്യമുള്ളൂ. അതിന് ആ വ്യക്തി എത്രയുണ്ട്? 735 ദിവസം ഇവിടെയുണ്ട്. അപ്പോൾ 730 അല്ലേ വേണ്ടോ? കഴിഞ്ഞു പോയ 7 കൊല്ലത്തിൽ 730 വേണ്ടോന്ന്. അപ്പോൾ മിസ്റ്റർ ഗാൺ അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ മക്കളെ, മനസ്സിലായില്ലേ? മിസ്റ്റർ ഗാൺ എങ്ങനെയാണ്? ബേസിക്കലെ രണ്ടാമത്തെ ഹി സാറ്റിസ്ഫൈസ് second one of the basic condition and both of the additional condition. Basic conditionലെ second one additional condition രണ്ടും ആ വ്യക്തി സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് he is an ordinarily resident in India. അതുകൊണ്ട് മിസ്റ്റർ ഗാൺ ആരാണ്? ordinarily resident in India ആണ്, ഇന്ത്യൻ റെസിഡൻ്റ് ആണ്.
മനസ്സിലായോ? അതായത് മിസ്റ്റർ ഖാൻ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അയാൾ ഓരോ കൊല്ലും എന്ത് വരുന്നുണ്ട്, 105 ദിവസം ഇന്ത്യയിലുള്ളത് കൊണ്ട് നമുക്ക് കാൽക്കുലേഷൻ വളരെ ഈസിയാണ്. വേറെ ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ 7 × 105 നോക്കുമ്പോൾ 735 ഉണ്ട്. അപ്പോൾ അതുമ്പോൾ തന്നെ നമുക്ക് അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈഡ് ആണെന്ന് വളരെ പെർഫെക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ആൻസർ എഴുതുക? മിസ്റ്റർ ഖാൻ ഈസ് എ ഓർഡിനറിലി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. അയാൾ ഇന്ത്യയിലെ ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. എന്താ കാരണം? ബിക്കോസ് he satisfies second one of the basic condition and both of the additional condition. additional condition രണ്ടും ആ വ്യക്തി എന്താണ്? സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ കുട്ടികളെ, ക്ലിയർ ആയില്ലേ പറഞ്ഞത്? നെക്സ്റ്റ് മൂന്നാമത്തെ പ്രോബ്ലം നോക്കിക്കോളൂ. പറയണത് തേർഡ് വൺ. ഞാൻ വായിക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കണ്ടില്ല, സ്പെല്ലിംഗ് ഒക്കെ ഇതായില്ലെങ്കിലും വിചാരിച്ചിട്ടാണ് കേട്ടോ. ക്ലിയർ ആയിട്ട് കേൾക്കുക. മിസ്റ്റർ റോബർട്ട് എ ജർമ്മൻ നാഷണൽ ഈസ് അപ്പോയിൻറ്റഡ് ഇൻ ഇന്ത്യ. അയാൾ ജർമ്മനാണ്. ഈസ് അപ്പോയിൻറ്റഡ്, ഇന്ത്യയിലേക്ക് വരികയാണ് ആസ് എ സീനിയർ സയൻറ്റിഫിക് ഓഫീസർ. ഇന്ത്യയിൽ ഒരു സീനിയർ സയൻറ്റിഫിക് ഓഫീസറായിട്ട് അയാൾ അപ്പോയിൻ്റ് ചെയ്യാണ്. ഓൺ എന്ന് 1 ഏപ്രിൽ 2014. ഇപ്പോൾ ഈ ചുള്ളൻ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് എപ്പോഴാണ്? 2014 ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വരണത് കേട്ടോ. ഓൺ 31 ജാനുവരി 2015 2015 ജനുവരി 1 ഹി ഗോസ് ടു ഇറാൻ എന്താ പറയുന്നത്? ഓൺ ഡെപ്യൂട്ടേഷനിൽ പോവാണ്. ഓൺ ഡെപ്യൂട്ടേഷൻ ഫോർ എ പീരീഡ് ഓഫ് 3 years, 3 കൊല്ലത്തെ ഡെപ്യൂട്ടേഷനിൽ മിസ്റ്റർ റോബർട്ട് എവിടേക്ക് പോകുന്നു? ഇറാനിലേക്ക് പോകുന്നു. ഇനി അപ്പോൾ ആ 3 വർഷം ഇവിടെ ഇല്ല കേട്ടോ. 14 ആ വ്യക്തി ഇന്ത്യയിലേക്ക് വന്നു. പിന്നെ 2015 ജനുവരിയിൽ മിസ്റ്റർ റോബർട്ട് ഇറാനിലേക്ക് പോയി. പിന്നെ 3 കൊല്ലം അയാൾ ഇന്ത്യയിലില്ല. പിന്നെ അയാൾക്ക് ഇന്ത്യയിൽ നിൽക്കേണ്ട ആവശ്യമില്ല, അയാൾ അവിടെ ജോലിക്ക് പോവുകയാണ്. ഓൺ 1 മെയ് 2017. പിന്നെ അയാൾ ഇന്ത്യയിലേക്ക് വരണത് 1 മെയ് 2017 2017 ഹീ കംസ് ടു ഇന്ത്യ. ഇന്ത്യയിലേക്ക് വന്നു. ആൻഡ് ഗോസ് ടു ഇറാൻ ഓൺ. അപ്പോൾ 1 മെയ് 2017 ഇന്ത്യയിലേക്ക് എത്തി. പിന്നെ ഇറാൻ ഓൺ. പിന്നെ അയാൾക്ക് എവിടേക്ക് പോകാണെന്ന് പറയുന്നത്? ഹീ കംസ് ടു ഇന്ത്യ ആൻഡ് ഗോസ് ടു ഇറാൻ ഓൺ 30/6/17. അതേ വർഷം തന്നെ മെയ്യിൽ വന്നു. പക്ഷേ അയാൾ എന്ത് ചെയ്യുന്ന പറയുന്നത്? ജൂൺ 30 മെയ് 1 വന്നു. മെയ് ജൂൺ 2 മാസം ഇവിടെ നിന്നിട്ട് വീണ്ടും ജൂണിൽ എവിടേക്ക് പോയി? 17 തന്നെ ഇറാനിലേക്ക് വീണ്ടും തിരിച്ചു പോയി. ഹീ റിട്ടേൺ ടു ഇന്ത്യ ആൻഡ് ജോയിൻ ഹിസ് ജോബ് ഓൺ. പിന്നെ അയാൾ എന്ത് ചെയ്തു? 17 ഇവിടുന്ന് പോയിട്ട് പിന്നെ അയാൾ എന്നാ വരണത്? ഓൺ 2 ഫെബ്രുവരി 2020 ഇന്ത്യയിലേക്ക് വന്ന് ജോയിൻ ചെയ്യാണ്. അപ്പോൾ 2017 ഇന്ത്യയിൽ നിന്ന് പോയിട്ട്, അതായത് എന്താ പറയുന്നത്? ജൂൺ 30 2017 2017 ജൂൺ 30 ഇന്ത്യയിൽ നിന്ന് അയാൾ പോയി. പിന്നെ അയാളുടെ ജോബിൽ വന്ന് റിട്ടേൺ ആയിട്ട് തിരിച്ചു വന്ന് ജോയിൻ ചെയ്യണത് എന്നാണ്? 2 ഫെബ്രുവരി 2020 അതായത് നമ്മുടെ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുൻപ് അല്ലേ? നമ്മുടെ പ്രീവിയസ് ഇയർ അവസാനിക്കണത് 31 മാർച്ച് 2020 31 മാർച്ചിന് പകരം ആ വ്യക്തി ഫെബ്രുവരി 2 ഇന്ത്യയിലേക്ക് കയറി വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയറിൽ ആ വ്യക്തി 31 ഒരു 26 അല്ലേ? ഏകദേശം. ഞാൻ ലീപ്പ് ഇയർ അതൊന്നും അങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ല, ഒരു ദിവസത്തെ വ്യത്യാസമല്ലേ. അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള ഇയറുകളാണ് വരണേന്ന് വെച്ചെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ ആ ലീപ്പ് ഇയറിനെ പറ്റിയൊക്കെ ചിന്തിക്കണുള്ളൂ കേട്ടോ. ഇവിടെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഒന്ന് എന്താ 31 26 എത്രയുണ്ടെന്നാണ് പറയുന്നത്? ഒരു 57. ഇപ്പോൾ ലീപ്പ് ഇയർ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 58. അപ്പോൾ നമ്മുടെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. ഏത് കണ്ടീഷൻ? മിനിമം എത്രയെങ്കിലും വേണം, 60 ദിവസം വേണ്ടേ പ്രീവിയസ് ഇയറിൽ. അതുകൊണ്ട് അയാൾ എന്താ പറയുന്നത്? ബേസിക് കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈഡ് അല്ല. ബേസിക് കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നൺ ഓഫ് ദി ബേസിക് കണ്ടീഷൻ ആണെങ്കിൽ അഡീഷണൽ കണ്ടീഷൻ ഈസ് ഇറലവൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അഡീഷണൽ കണ്ടീഷനെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല.
ഓക്കെ, അയാൾ ബേസിക് കണ്ടീഷൻ തന്നെ ഒന്നും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ നമ്മളെന്താ പറയുന്നത്, മിസ്റ്റർ റോബർട്ട് ഈസ് എ നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. മിസ്റ്റർ റോബർട്ട് ഈസ് എ നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. അയാൾ ഇന്ത്യയിൽ ആരാണ്? നോൺ റെസിഡൻ്റ് ആണ്, ഇവിടെ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന്. ബിക്കോസ് എന്താ കാരണം? ഹി ഡസ് നോട്ട് സാറ്റിസ്ഫൈസ് നൺ ഓഫ് ദി ബേസിക് കണ്ടീഷൻ. ബേസിക് കണ്ടീഷനിൽ ഒന്നും അയാൾ സാറ്റിസ്ഫൈഡ് അല്ല. സോ അഡീഷണൽ കണ്ടീഷൻസ് ആർ ഇറലവൻറ്റ്. അതുകൊണ്ട് അഡീഷണൽ കണ്ടീഷൻ എന്താണ്? ഇറലവൻ്റ് ആണ്, നമ്മളത് ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ മക്കളെ, അപ്പോൾ അത് മനസ്സിലായില്ലേ? അപ്പോൾ ആ പ്രോബ്ലം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് 4ാമത്തെ പ്രോബ്ലം നോക്കുക കേട്ടോ. നെക്സ്റ്റ് 4th വൺ നോക്കിക്കോളൂ. 4th പ്രോബ്ലം നോക്കാം നമുക്ക്. മിസ്റ്റർ അലി നോക്കാം. 4ാമത്തെ പ്രോബ്ലം ഒന്ന് നോക്കുക. എന്താണ്? മിസ്റ്റർ അലി, എ ഫോറിൻ നാഷണൽ, കെയിം ടു ഇന്ത്യ ഫോർ ദ ഫസ്റ്റ് ടൈം ഫ്രം USA ഓൺ 30th June 2011. 2011 ജൂൺ 30 മിസ്റ്റർ അലി എന്ത് ചെയ്തു? USA-കാരനാണ്, ആൾ ഇന്ത്യയിലേക്ക് വന്നു. ഹീ സ്റ്റേഡ് ഹിയർ 3 years. എന്നിട്ട് ആ വ്യക്തി 3 കൊല്ലം ഇന്ത്യയിൽ നിന്നു. ആൻഡ് ലെഫ്റ്റ് ഫോർ ജപ്പാൻ. എന്നിട്ട് അയാൾ ഇന്ത്യയിൽ നിന്ന് പോയി. എവിടേക്ക്? ജപ്പാനിലേക്ക് പോയി. എന്ന് ഓൺ 30th June 2014. അപ്പോൾ 11 വന്ന് 3 കൊല്ലം ഇവിടെ നിന്ന് 14 ആ വ്യക്തി ജപ്പാനിലേക്ക് തിരിച്ചു പോവാണ്. പിന്നെ ഹീ റിട്ടേൺ ടു ഇന്ത്യ ഓൺ, പിന്നെ അയാൾ 1/4/15 വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. 1/4/15 ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. ആൻഡ് റിമെയിൻഡ് ഹിയർ ടിൽ 31/7/15. അയാൾ 31/7 ജൂലൈ 31 2015 ജൂലൈ 31 വരെ എന്താ പറയുന്നത് ഇന്ത്യയിൽ നിന്നു. ആൻഡ് വെൻറ്റ് ബാക്ക് ടു USA. പിന്നെ അയാൾ എവിടേക്ക് പോയി? USA-ലേക്ക് പോയി. ഹീ എഗെയിൻ കെയിം ബാക്ക് ടു ഇന്ത്യ ഓൺ, പിന്നെ അയാൾ തിരിച്ചെന്ന് വന്നു 30/1/18 വന്നു. ഓക്കെ മക്കളെ, 30/1/18, അതായത് എന്താ പറയുന്നത് 18 ജാനുവരി 30 ആ വ്യക്തി ഇന്ത്യയിലേക്ക് വന്നു. ആൻഡ് കണ്ടിന്യൂഡ് ഹിയർ, ഇവിടെ തുടർന്നു. ഡിറ്റർമിൻ ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ ദി അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയറിൽ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസാണ് നമ്മളോട് ചോദിച്ചിരിക്കണേ. അപ്പം നിങ്ങൾക്ക് ഈ പ്രോബ്ലത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്നൊരു കാര്യം, തൊട്ട് പ്രീവിയസ് ഇയറിൽ, അതായത് നമ്മളുടെ പ്രീവിയസ് ഇയറിൽ, ഏതാണ് നമ്മളുടെ പ്രീവിയസ് ഇയർ എന്ന് പറയണത്? 1 April 2019 തൊട്ട് 31, അതായത് നമ്മളുടെ പ്രീവിയസ് ഇയർ എന്ന് പറയണത് 1 April 19 to 31 March 20. ഈ കാലയളവിൽ ഫുൾ ഒരു വർഷം ആ വ്യക്തി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ബേസിക്കലി ആദ്യത്തെ ആ വ്യക്തി സാറ്റിസ്ഫൈഡ് ആണ്. മിസ്റ്റർ അലി സാറ്റിസ്ഫൈസ് ദി ഫസ്റ്റ് വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ. ബേസിക് കണ്ടീഷനിലെ ഫസ്റ്റ് വൺ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ കഴിഞ്ഞു പോയ 10 കൊല്ലത്തിൽ, അതല്ലേ നോക്കേണ്ടത് നമ്മളല്ലേ, കഴിഞ്ഞു പോയ 7 കൊല്ലത്തിൽ അല്ലേ, കഴിഞ്ഞു പോയ 7 കൊല്ലത്തിൽ എത്ര നോക്കിയാൽ മതി? 730 ദിവസം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ പോരെ? ആ വ്യക്തി എന്ന് പറയുന്നത് January 1, 2018. അപ്പോൾ 18-19 എന്ന് പറയുന്ന നമ്മളുടെ പ്രസീഡിങ് ദ പ്രീവിയസ് ഇയർ നോക്കുമ്പോൾ മക്കളെ ശ്രദ്ധിക്കുന്നില്ലേ? പ്രസീഡിങ് ദ പ്രീവിയസ് ഇയർ വരണത് 1 April 18 to 31 March 19 ആ ഫുൾ ഇയറിൽ ആ വ്യക്തി ഇവിടെ ഉണ്ട്. വൺസ് മോർ എന്താ പറയുന്നത്? ആ വ്യക്തി 30th January 2018 ഇന്ത്യയിലേക്ക് വന്നിട്ട് പിന്നെ ആ വ്യക്തി ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോയിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ആ 18-19 എന്ന് പറയുന്ന നമ്മളുടെ പ്രസീഡിങ് ദ പ്രീവിയസ് ഇയർ എടുക്കുമ്പോൾ ആ 18-19 365 ദിവസം കേട്ടോ. പിന്നെ എന്താ പറയുന്നത്? നമ്മൾ അതിന് തൊട്ട് മുൻപുള്ള 17-18 എടുക്കുമ്പോൾ എത്രയാണ്? ജനുവരി കഴിഞ്ഞാൽ പിന്നെ ഫെബ്രുവരി മാർച്ച്, ആ 2 മാസം അല്ലേ? അപ്പോൾ 1 കൊല്ലം 2 മാസം ഉണ്ട് ആ കാലയളവിൽ നമ്മുടെ അവിടെ. പിന്നെ അതിന് തൊട്ട് മുമ്പ് നോക്കുകയാണെങ്കിൽ 15 അയാൾ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? 1/4/2015 വന്നിട്ട് പിന്നെ ഇവിടെ എന്താ പറയുന്നത് 31/7/15 വരെ ഇവിടെ നിന്നുണ്ട്. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4 മാസം ഇവിടെ നിന്നുണ്ട്. ഏപ്രിൽ വന്നിട്ട് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4 മാസം ഇവിടെ നിന്നുണ്ട്. ഓക്കെ. പിന്നെ അയാളേക്ക് മുമ്പ് എന്താ പറയുന്നത് 14 ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ട്. അപ്പം നമ്മുടെ കഴിഞ്ഞു പോയ 7 കൊല്ലത്തിൽ എന്താണ് 730 ദിവസമുണ്ട്.
അല്ലെങ്കിൽ 10 കൊല്ലത്തിൽ എന്താ പറയുന്നത്, അല്ലെങ്കിൽ അല്ല 10 കൊല്ലത്തിൽ 2 കൊല്ലം ആ വ്യക്തി ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് മിസ്റ്റർ അലി ആരാണ്? ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. ഹീസ് എൻ ഓർഡിനറിലി അല്ലേ, മിസ്റ്റർ അലി ഈസ് എൻ ഓർഡിനറിലി റെസിഡൻ്റ് ഇൻ ഇന്ത്യ. മിസ്റ്റർ അലി ആരാണ്? ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. ഓക്കെ മക്കളെ, അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്യണ സമയത്ത് എഴുതി നോക്കണം കേട്ടോ. നീറ്റായിട്ട് ഇയറുകൾ എഴുതി നോക്കണം. മിസ് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, അത് ഞാൻ പറയണത് കുറച്ച് നേരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും എന്താണൊക്കെ പറഞ്ഞിരിക്കണേന്ന്. അപ്പോൾ അത് കേട്ടിട്ട് ഇങ്ങനെ ഇയറും മാസങ്ങളൊക്കെ ഇങ്ങനെ എഴുതി നോക്കിക്കോളൂ ഒന്ന്. ഞാൻ പ്രോബ്ലം നോക്കിയിട്ട് ഇങ്ങനെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കണേന്ന്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഒരുവിധം എന്താ പറയുന്നത് കാര്യങ്ങൾ, അയാൾ റെസിഡൻ്റ് ആണോ, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ, നോൺ റെസിഡൻ്റ് ആണോ എന്നൊക്കെ പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളെ ഒരുവിധം ഒരു ഐഡിയ ഉണ്ട് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഭാഗങ്ങളെ. അപ്പോൾ ഈ പ്രോബ്ലംസ് 4 കൊണ്ട് ഞാൻ ഈ സെക്ഷൻ ഒന്ന് നിർത്തി കേട്ടോ. ഇത് കഴിഞ്ഞു, ഇത് മതി, ഇത് മനസ്സിലായോ എന്ന് നോക്കുക. ഇനി നമുക്ക് അടുത്ത ഭാഗം, അടുത്ത പ്രോബ്ലംസ് നോക്കാം കേട്ടോ. ഓക്കെ.